നമസ്കാരം. തിരുവനന്തപുരത്ത് വ്യവസായിയുടെ 5 കോടി രൂപ തട്ടിയ സംഭവം ഹണി ട്രാപ്പ് എന്ന വിധത്തിൽ പോലീസ് എഫ്ഐആർ ഇട്ടതിനു പിന്നാലെ നാടകീയമായ ട്വിസ്റ്റുകളാണ് ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വസ്തുതകൾ പരിശോധിച്ചപ്പോൾ തീർത്തും ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തുവന്നത്. പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ വാദി പ്രതിയാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. താൻ ഹണി ട്രാപ്പ് നടത്തിയെന്ന ആരോപണം അപ്പാടെ റോഷ്നി സുരേഷ് തള്ളിക്കളയുകയാണ്. ഇക്കാര്യത്തിൽ തെളിവുകൾ സഹിതമാണ് യുവതി രംഗത്ത് വന്നത്. പരാതിക്കാരനായ വ്യവസായി വിജയകുമാർ താൻ വിവാഹം കഴിച്ച ആളാണ് എന്ന് റോഷ്നി പറയുന്നു. 2022 ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നതെന്നും അതിനുശേഷമാണ് വിജയകുമാറിന് മറ്റൊരു കുടുംബമുണ്ടെന്ന് അറിഞ്ഞതെന്നും റോഷ്നി പറഞ്ഞു. വിവാഹ ചിത്രങ്ങൾ അടക്കം യുവതി പുറത്തുവിട്ടു. വിജയകുമാറുമായി ബിസിനസ് ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ഇയാൾക്കെതിരെ താൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും റോഷ്നി ആരോപിച്ചു. മാർക്ക് വിജയകുമാർ താൻ വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നുവെന്നും തന്റെ കുഞ്ഞിന്റെ പിതാവാണെന്നും റോഷ്നി വ്യക്തമാക്കി. തന്റെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേരിന്റെ സ്ഥാനത്തുള്ളത് കേസിൽ പരാതിക്കാരനായ വിജയകുമാറിന്റെ പേരാണ്. കേസിൽ 1-ാം പ്രതിയായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി റോഷ്നി സുരേഷും പരാതിക്കാരനായ വ്യവസായിയും ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ പങ്കാളികളാണ് എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ തെലങ്കാന സ്വദേശിയായ മാർക്ക് വിജയകുമാറും താനും ഓഹരി ഉടമകളാണ്. ബിസിനസ് തർക്കങ്ങളാണ് പരാതിക്ക് കാരണമെന്നാണ് ആരോപണം. കുഞ്ഞിനൊപ്പമുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വിവാഹ ഫോട്ടോയും ഉൾപ്പെടെയാണ് റോഷ്നി പുറത്തുവിട്ടത്. തനിക്ക് ജനിച്ച കുഞ്ഞ് പരാതിക്കാരൻ്റെതാണെന്ന് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഫ്ളാറ്റും സ്വർണവും ഉൾപ്പെടെ 5 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് എഫ്ഐആർ. വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ റോഷ്നി ഇന്നലെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീഡിയോയുമായി യുവതി രംഗത്തെത്തിയത്. പല മാധ്യമങ്ങളിലൂടെയും എന്നെക്കുറിച്ച് വ്യാജവാർത്ത വരുന്നുണ്ട്, താൻ അറസ്റ്റിലായി എന്നാണ് പറയുന്നത്. തന്റെ ബിസിനസ് തകർക്കാനും മറ്റു പല സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ഈ ആരോപണം. ഇങ്ങനെയൊരു പരാതി വന്നതിന്റെ പേരിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയപ്പോൾ പരാതിയിൽ കഴമ്പില്ലെന്ന് വ്യക്തമായി തന്നെ വെറുതെ വിടുകയായിരുന്നു. മാർക്ക് വിജയകുമാർ തന്റെ ബിസിനസ് പാർട്ണറും കുഞ്ഞിന്റെ അച്ഛനുമാണെന്നും റോഷ്നി വീഡിയോയിൽ പ്രതികരിച്ചു. യുവ വ്യവസായി വിജയകുമാറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട റോഷ്നി തനിക്ക് ജനിച്ച ആൺകുഞ്ഞ് വ്യവസായിയുടേതാണെന്ന് പറഞ്ഞ് കോടികൾ തട്ടി എന്നായിരുന്നു കേസ്. തെലങ്കാന സ്വദേശിയാണ് പരാതിക്കാരൻ. സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ്. 2022 മുതൽ പരാതിക്കാരനായ വിജയകുമാറും സ്ഥാപനത്തിലെ ജീവനക്കാരിയായി റോഷ്നിയും തമ്മിൽ ബന്ധമുണ്ട്. 39-കാരനായ യുവ വ്യവസായി ഹണി ട്രാപ്പ് തട്ടിപ്പിൽ കുടുങ്ങി 3 വർഷത്തിനു ശേഷമാണ് ഗത്യന്തരമില്ലാതെ ഒടുവിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നുള്ളതായിരുന്നു വാർത്ത. സംഭവത്തിൽ നെയ്യാറ്റിൻകര സ്വദേശി റോഷ്നി സുരേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതോടൊപ്പമാണ് യുവതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരുന്നത്. എന്തായാലും വാദി പ്രതിയാവുകയെ നമ്മൾ സാധാരണയായി കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഹണി ട്രാപ്പ് കേസിൽ വാദി പ്രതിയാവുന്ന കാഴ്ചയാണ് കാണുന്നത്.